ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ടോപ്പിക്ക് ടൈപ്സ് ഓഫ് റിസർച്ച് ഓൺ ദ ബേസിസ് ഓഫ് ഗോൾ. നമ്മൾ ഇന്നലെ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞിരുന്നു. ആ ക്ലാസിഫിക്കേഷനിൽ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് ഗോൾ. അതിൻ്റെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്യുവർ റിസർച്ച്. പ്യുവർ റിസർച്ച് എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ പ്യുവർ റിസർച്ച്. റിസർച്ചിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് ഏറ്റവും ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് പ്യുവർ റിസർച്ച്. ആദ്യമായി ഒരു റിസർച്ച് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പ്യുവർ റിസർച്ച് ആയിരുന്നു. അക്കോർഡിംഗ് ടു പോളിൻ വി യുങ്, gathering knowledge for knowledge sake is termed as pure or fundamental research. Gathering of knowledge for the sake of knowledge, അതാണ് നമ്മൾ ഒരു റിസർച്ച് ചെയ്യുന്നത് നോളജ് ബിൽഡിങ്ങിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ വേറൊരു ലക്ഷ്യം ഇല്ലാതെ റിസർച്ചിന് വേണ്ടി റിസർച്ച് ചെയ്യുന്നതാണ് പ്യുവർ റിസർച്ച്. ഒരു നോളജ് കിട്ടാൻ വേണ്ടി, ഒരു ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി എന്നൊരു വാക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ റിസർച്ചിന് വേണ്ടി, റിസർച്ച് ഒരു കാര്യത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി കൊണ്ട് ചെയ്യുന്ന റിസർച്ചാണ് പ്യുവർ റിസർച്ച്. വേറെ ഒരു പ്രത്യേകിച്ച് ഒരു റിസർച്ച് ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ടോ ഡോക്ടറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നും ചെയ്യുന്ന റിസർച്ച് അല്ല. അതെന്താണ് ഒരു ഫിനോമിനെ കുറിച്ച് ഒരു മനസ്സിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന റിസർച്ചാണ് പ്യുവർ റിസർച്ച്. ബേസിക് സയൻറ്റിഫിക് റിസർച്ചസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് കാറ്റഗറി. ഇപ്പോൾ നമ്മൾ എന്ത് എക്സാമ്പിൾ പറയുമ്പോഴും ഐസക് ന്യൂട്ടൻ ആണ് പറയാറ്. അപ്പോൾ ഐസക് ന്യൂട്ടൻ ഈ റിസർച്ച് നടത്തിയത് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സാമ്പത്തികമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലോ ഉള്ള ഒരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു ഉള്ളിലുണ്ടായ ഒരു അഗാധമായ ഒരു ആഗ്രഹം, അത് കാരണമാണ് ആ റിസർച്ച് അവിടെ സംഭവിച്ചത്. അപ്പോൾ അതുപോലെയുള്ള റിസർച്ചുകളാണ് പ്യുവർ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് സയൻറ്റിഫിക് റിസർച്ചേഴ്സ് എല്ലാം ഈ പ്യുവർ റിസർച്ച് എന്ന കാറ്റഗറിയിലാണ് പൊതുവെ വരുന്നത്. റിസർച്ച് സ്റ്റഡീസ് കണ്ടക്റ്റഡ് റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ for making generalization about human behavior is also known as fundamental research. ഇപ്പോൾ സയൻറ്റിഫിക് റിസർച്ച് മാത്രമല്ല, അതിന് പുറമെ സൈക്കോളജിയിലും ഒക്കെ നടക്കുന്ന റിസർച്ചുകളുണ്ട്. സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളിൽ, സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോൾ സോഷ്യോളജി, സൈക്കോളജി, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, നമ്മളുടെ കൊമേഴ്സ്, അതുപോലെയുള്ള മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റുകളിലും പ്യുവർ റിസർച്ച് സാധ്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. Research studies conducted related with human behavior for making generalization about human behavior. എന്ത് സ്റ്റഡി നടത്തിയാലും, എന്ത് ഫിനോമിനെ കുറിച്ചാണോ സ്റ്റഡി നടത്തുന്നത് അതിനെക്കുറിച്ചൊരു ജനറലൈസേഷനിൽ എത്താൻ വേണ്ടി നടത്തുന്ന റിസർച്ചുകളെല്ലാം പ്യുവർ റിസർച്ചിൻ്റെ പരിധിയിൽ വരും. അപ്പോൾ ഗ്യാതറിങ് നോളജാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്, അല്ലാതെ വേറൊരു ലക്ഷ്യം ഈ പ്യുവർ റിസർച്ചിൻ്റെ ഇതിലില്ല. നോളജ് അക്വയർ ചെയ്യുക, അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം. Pure research is also known as basic research or fundamental research. All the terms are pure, basic, fundamental. ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് ആദ്യമായ ഒരു റിസർച്ച് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് പ്യുവർ റിസർച്ച് ആയിരുന്നു. കാരണം അറിയാനുള്ള ആഗ്രഹം മനുഷ്യന് സ്വതസിദ്ധമായി ഉള്ളതാണ്. അപ്പോൾ ജന്മന മനുഷ്യരാശിക്ക് മൊത്തമുള്ള ഒരു ക്വസ്റ്റ് ആണ് നോളജ് അക്വയറിങ് എന്നുള്ള പറയുന്ന ഒരു ക്വസ്റ്റ്. അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഓരോ കാലത്തും മനുഷ്യന്മാർ പല പല റിസർച്ചുകൾ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം നമുക്ക് പ്യുവർ റിസർച്ച് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഇറ്റ് ഈസ് ദ ഒറിജിനൽ ടൈപ്പ് ഓഫ് റിസർച്ച്. പറയേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് ഉണ്ടായ റിസർച്ച് ഇതാണ്. ഇറ്റ് ഈസ് ദ ഒറിജിനൽ ടൈപ്പ് ഓഫ് റിസർച്ച്. ഇറ്റ് ലീഡ്സ് ടു ഡിസ്കവറി ഓഫ് ന്യൂ തിങ്സ് ഓർ ന്യൂ മെത്തേഡ്സ്. നമ്മളുടെ കൊമേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ പുതിയൊരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പുതിയ മെത്തേഡ് കണ്ടുപിടിക്കുന്നത് എല്ലാം പ്യുവർ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ സയൻറ്റിഫിക് ആയിട്ട് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ പുതിയൊരു മെത്തഡോളജി കണ്ടുപിടിക്കുന്നത് എല്ലാം പ്യുവർ റിസർച്ചിൽ നിന്നാവും. അതിൻ്റെ ഔട്ട്പുട്ടായിട്ടാണ് ഇതൊക്കെ വരിക. ഇറ്റ് എയിംസ് അറ്റ് എക്സ്റ്റൻഷൻ ഓഫ് നോളജ്. അപ്പോൾ ഒരു ബേസിക് നോളജ് അക്വയർ ചെയ്യുക, അതിനപ്പുറത്തേക്ക് വീണ്ടും നോളജ് അതിലേക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുക. എക്സ്റ്റൻഷൻ ഓഫ് നോളജ് എന്നുള്ളതാണ് പ്യുവർ റിസർച്ചിൻ്റെ ഒരു സ്വഭാവം. ഇറ്റ് ഈസ് എൻ ഇന്റലക്ച്വൽ എക്സ്പ്ലോറേഷൻ. വാട്ട് ഈസ് എക്സ്പ്ലോറേഷൻ? എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യമായി നമുക്ക് അറിയാത്തൊരു മേഖലയിലേക്ക്
കടന്നു ചെന്ന് അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് നമ്മൾ എക്സ്പ്ലോറേഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇൻ്റലക്ച്വൽ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ കടന്നു ചെന്നിട്ടില്ലാത്ത ബൗദ്ധിക മേഖലയിലൂടെ കടന്നുപോയി അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തി കുറേ ആഴത്തിൽ പഠിച്ച് ഒരു പുതിയൊരു നോളജ് ബിൽഡിംഗ് ചെയ്യുന്നത് പ്യൂർ റിസർച്ചാണ്. ഇപ്പോൾ പ്യൂർ, ബേസിക് ഓർ ഫണ്ടമെൻ്റൽ റിസർച്ച്, ദിസ് ഒറിജിനൽ ടൈപ്പ് ഓഫ് റിസർച്ച്, ഇറ്റ് ലീഡ്സ് ടു discovery of new things or new methods. It is concerned with the generalization or formulation of a theory. It aims at extension of knowledge. It is intellectual exploration. Formulation of theory എന്നുള്ളൊരു വാക്ക് അവിടെ വളരെ പ്രധാനമാണ്. ഒരു സയൻറ്റിഫിക് റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ട് നോളജ് അക്വയർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഒരു തിയറി ഫോം ചെയ്ത് വരാം. അങ്ങനെ വരുന്ന തിയറി ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന റിസർച്ച് അല്ല, ബട്ട് ഈ ഒരു റിസർച്ച് നടന്നു കഴിയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഒരു ഫോർമുലേഷൻ ഓഫ് തിയറി സംഭവിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ സയൻറ്റിഫിക് റിസർച്ചുകളിലെല്ലാം അവസാനം ഒരു ലോ, പ്രിൻസിപ്പിൾ, റൂൾ, തിയറി ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് ഫോം ചെയ്തിട്ടുണ്ടാവും. ഇനി അതല്ല നമ്മളുടെ മാനേജ്മെൻറ്റ് റിസർച്ച് ആണെങ്കിൽ ഇപ്പോൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഇല്ലേ, നമ്മൾ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, അതും ഇതുപോലെ ഒരു പ്യൂർ റിസർച്ചായിട്ട് നമുക്ക് കണക്കാക്കാം. ഒരു നോളജ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായി വന്നതിൽ നിന്ന് ഒരു 14 പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. അതേപോലെ നമ്മൾ കുറേ തിയറി ഉണ്ട്, മോട്ടിവേഷൻ തിയറീസ് ഒക്കെ ഉണ്ട്. അതെല്ലാം ഇങ്ങനെയാണ്, നമ്മൾ പ്യൂർ നോളജ് ബിൽഡിങ്ങിന് വേണ്ടി ചെയ്തതിൽ നിന്ന് ഒരു തിയറി ഫോം ചെയ്തു വരുന്നു. അതാണ് നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് പ്യൂർ റിസർച്ച്. ഇപ്പോൾ പറഞ്ഞതൊക്കെ തന്നെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ഒന്നുകൂടി കൺസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് പ്രിൻസിപ്പിൾസ്, റൂൾസ് ഓർ ലോസ്. പ്രിൻസിപ്പിളോ റൂളോ ലോ എന്തെങ്കിലും ഒന്ന് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാവാം. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് തിയറിറ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് സയൻസ്. സയൻസിൻ്റെ ബേസിക് സയൻസിൻ്റെ തിയറിറ്റിക്കൽ ആസ്പെക്ട്സ് ആണ് നമ്മൾ പ്യൂർ റിസർച്ചിൽ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഇറ്റ് ട്രൈസ് ടു ഫൈൻഡ് ഔട്ട് ദ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഇൻ എ സോഷ്യൽ ഫിനോമിന. വാട്ട് യു മീൻ ബൈ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്? എന്തെങ്കിലും ഒരു ഫിനോമിന കണ്ട് വൈ ദിസ് ഫിനോമിന ഈസ് അറൗസ്ഡ്, എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫിനോമിന ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നറിയാൻ വേണ്ടി എന്തെങ്കിലും ഒരു സയൻറ്റിഫിക് കൺസെപ്റ്റ്, ഒരു കാര്യം എടുത്തിട്ട് അതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു, എന്തുകൊണ്ടാണ് ഇതുണ്ടായത്, ഇതുണ്ടാവാനുള്ള കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന റിസർച്ച് എല്ലാം പ്യൂർ റിസർച്ചാണ്. നമ്മൾ ഏറ്റവും നല്ല എക്സാമ്പിൾ പറഞ്ഞത് ഐസക് ന്യൂട്ടൻ്റെ റിസർച്ച് ഇതിന് എക്സാമ്പിളാണ്. കാരണം അതറിയാൻ വേണ്ടി എന്താണ് ഇത്, സോഷ്യൽ ഫിനോമിന അല്ല, അത് സയൻറ്റിഫിക് ഫിനോമിനയാണ്. സോഷ്യൽ ഫിനോമിന എന്നിവിടെ പറയാൻ കാരണം നമ്മളുടെ കൊമേഴ്സിൻ്റെ റിസർച്ച് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കൺസ്യൂമറിൻ്റെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ എടുത്തിട്ട് ആ ബിഹേവിയർ എങ്ങനെ വന്നു എന്നറിയാൻ വേണ്ടി നമുക്ക് പ്യൂർ റിസർച്ച് സാധ്യമാണ്. ഇറ്റ് വെരിഫൈസ് ദ ഓൾഡ് പ്രിൻസിപ്പിൾസ് ഓർ റൂൾസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾ, ആ പ്രിൻസിപ്പിളിനെ ഒന്നുകൂടി വെരിഫൈ ചെയ്യാൻ വേണ്ടി ഇപ്പോഴത്തെ ഗ്ലോബലൈസ്ഡ് ഇറയിൽ അതിനെക്കുറിച്ച് ഒന്നും കൂടി വെരിഫൈ ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ പ്യൂർ റിസർച്ച് കണ്ടക്ട് ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട് അണ്ടർടേക്കൺ ഇൻ ദ എക്സ്റ്റൻഷൻ ഓഫ് അപ്ലിക്കേഷൻ ഓർ പ്രാക്ടീസ്. ഇതിന് ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഇത് ചെയ്യുന്ന ആളുടെ ലക്ഷ്യമല്ല. ചെയ്യുന്ന ആൾ നോളജ് സേക്കിന് വേണ്ടി മാത്രം ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് കൊണ്ട് തിയറി ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ തിയറിയെ ബേസ് ചെയ്തിട്ട് വേറെ റിസർച്ച് പ്രാക്ടിക്കൽ അപ്ലിക്കേഷന് വേണ്ടി ചെയ്യാം. ചെയ്യുന്ന വ്യക്തി, പ്യൂർ റിസർച്ച് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് റിസർച്ച് ചെയ്യുന്ന റിസർച്ചർ നോളജ് അണ്ടർടേക്കിങ്ങിന് വേണ്ടി മാത്രം, നോളജ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നടത്തുന്നതാണ്. അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്ന തിയറി അപ്ലിക്കേഷൻ ലെവലിൽ പിന്നീടാണ് സംഭവിക്കുന്നത്. ഇറ്റ് ലേസ് ദ ഫൗണ്ടേഷൻ ഓഫ് അപ്ലൈഡ് റിസർച്ച്. ഇപ്പോൾ ഉണ്ടായ തിയറി ബേസ് ചെയ്തിട്ട് അതിനെ പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് നോക്കാൻ വേണ്ടി അപ്ലൈഡ് റിസർച്ച് സംഘടിപ്പിക്കാം. അത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. പ്യൂർ റിസർച്ചിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് ഒരു ന്യൂ ടൈപ്പ് ഓഫ് റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച് വരും. അപ്പോൾ പ്യൂർ റിസർച്ച് എന്ന് പറഞ്ഞാൽ നോളജ് ടേക്കിങ്ങിന് ചെയ്യുന്നു. അതിൻ്റെ ഔട്ട്പുട്ടായിട്ടുള്ള ജനറലൈസേഷൻ, തിയറി, ലോ, റൂൾ, പ്രിൻസിപ്പിൾ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു പ്രതിഭാസത്തെ, ഒരു ഫിനോമിന എന്താണോ അതിനെ കുറിച്ച് അനലൈസ് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്യൂർ റിസർച്ചിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അപ്ലൈഡ് റിസർച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്യൂർ റിസർച്ചിൽ ഒരു തിയറി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിയറി ബേസ് ചെയ്തിട്ട് ഇതെങ്ങനെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നറിയാൻ വേണ്ടി നടത്തുന്ന റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച്. ദ അപ്ലിക്കേഷൻ ഓഫ് പ്യൂർ റിസർച്ച്.
ദിസ് ഈസ് ടെസ്റ്റിംഗ് ദ എഫിഷ്യൻസി ഓഫ് തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഇപ്പോൾ ഓൾറെഡി പ്യൂർ റിസർച്ചിലൂടെ ഒരു തിയറി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്യുക, അതിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുക. ഒരു സോഷ്യൽ സിറ്റുവേഷൻ എടുത്തിട്ട് ആ സിറ്റുവേഷനിൽ ഈ തിയറിയുടെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാൻ വേണ്ടി അപ്ലൈഡ് റിസർച്ച് ചെയ്യാം. ദ ആപ്ലിക്കേഷൻ ഓഫ് ബേസിക് സയൻസ് ടു ഡെവലപ്പ് എ ന്യൂ ടെക്നോളജി. ഒരു ബേസിക് സയൻസ്, ഇപ്പോൾ ലോ ഓഫ് മോഷൻ എന്ന് പറയുന്ന ആ ലോ ബേസ് ചെയ്തിട്ട് നടത്തിയിട്ടുള്ള പല റിസർച്ചുകളിൽ നിന്നാണ് ടയർ പോലുള്ള, ടയർ ഒരു എക്സാമ്പിൾ. അതുപോലെ കുറേ പുതിയ ടെക്നോളജീസും പുതിയ പ്രൊഡക്ട്സും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നത് ആ ലോയെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ പ്യൂർ റിസർച്ചിൽ നടന്നിട്ടുള്ള പുറത്ത് വന്നിട്ടുള്ള എന്തെങ്കിലും തിയറീസിനെ ബേസ് ചെയ്തിട്ട് ആ തിയറി ബേസ് ചെയ്തിട്ട് പുതിയ എന്തെങ്കിലും അതിൻ്റെ അപ്ലിക്കേഷൻ സൈഡായിട്ടുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരിക, അതും അപ്ലൈഡ് റിസർച്ചിൻ്റെ ഭാഗമായി വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ കൊമേഴ്സിൻ്റെ പർപ്പസിലാണെന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും സയൻസിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്ലൈഡ് റിസർച്ചാണ്. Then applied research is to be conducted to apply the theory formulated by basic research. Already നമ്മൾ പറഞ്ഞു, ബേസിക് റിസർച്ചിൽ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള തിയറി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്ലൈഡ് റിസർച്ച് നടത്തുന്നത്. It may incidentally contribute to the development of theoretical knowledge by testing the theory. ഇത് ഇൻസിഡൻ്റലി ചിലപ്പോൾ ഒരു തിയറി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടാവും. തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന റിസർച്ച് അല്ല, ഓൾറെഡി ഡെവലപ്പ് ചെയ്ത തിയറി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്നതാണ്. പക്ഷെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ തിയറി ഒന്ന് റീസ്റ്റേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ പുതിയൊരു തിയറി ഡെവലപ്പ് ചെയ്ത് വരാം ഇങ്ങനെ ഇൻസിഡൻ്റലി. അത് മനഃപൂർവ്വം റിസർച്ചർ ചെയ്യുന്നതല്ല, റിസർച്ചറുടെ ഉദ്ദേശം അതല്ല. പക്ഷേ അതിൻ്റെ അപ്ലിക്കേഷൻ പരിശോധിക്കുന്ന സമയത്ത് ചിലപ്പോൾ പുതിയ തിയറീസ് റൈസ് ചെയ്ത് വരാം. ഇറ്റ് മേ കണ്ടക്റ്റഡ് ടു test the basic assumptions and validity of theory under a given situation. ഇപ്പോൾ ഒരു തിയറി പറഞ്ഞു, ആ തിയറിയുടെ ആപ്ലിക്കേഷൻ എല്ലാ സ്ഥലത്തും, എല്ലാ ജോഗ്രഫിക്കൽ ഡിഫറൻസിലും ഇത് അപ്ലിക്കബിൾ ആണോ എന്ന് നോക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ജോഗ്രഫിക്കൽ അല്ല, ഏത് തരത്തിലുള്ള ഡിഫറൻസും ഉണ്ടെങ്കിലും, ഏത് സിറ്റുവേഷൻ ഡിഫറൻ്റ് ആണെങ്കിൽ ആ സിറ്റുവേഷനിലും ഇത് അപ്ലിക്കബിൾ ആണോ എന്നറിയാൻ വേണ്ടി അപ്ലൈഡ് റിസർച്ച് കണ്ടക്ട് ചെയ്യും. ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു റിയൽ ലൈഫ് പ്രോബ്ലം. ഇപ്പോൾ പ്യൂർ റിസർച്ച് എന്ന് പറഞ്ഞു ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി ബേസ് ചെയ്തിട്ടാണ് ആ റിസർച്ച് സംഭവിക്കുന്നത്. ഇവിടെ അപ്ലൈഡ് റിസർച്ച് സംഭവിക്കുന്നത് ഒരാളുടെ ലൈഫിൽ അയാൾ അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രോബ്ലം, അതല്ലെങ്കിൽ പൊതുവെ എല്ലാവരും അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂവിനെ സോൾവ് ചെയ്യാൻ വേണ്ടി മുമ്പുണ്ടായിരുന്ന തിയറി ബേസ് ചെയ്തിട്ട് നടത്തുന്ന റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച്. അപ്പോൾ ഫൈൻഡ് എ സൊല്യൂഷൻ ടു റിയൽ ലൈഫ് പ്രോബ്ലം. ഒരു ഇൻ്റലക്ച്വൽ പ്രോബ്ലം അല്ല അത്. ഇൻ്റലക്ച്വൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ അത് ഒരു ഡിസിക്വിലിബ്രിയം സ്റ്റേറ്റ് വരും, നമ്മളുടെ ബ്രെയിനൊരു ഡിസിക്വിലിബ്രിയം സ്റ്റേറ്റ് വരും, അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ. അങ്ങനെ വന്നിട്ട് നടത്തുന്ന റിസർച്ചാണ് പ്യൂർ റിസർച്ച്. ഇവിടെ അതല്ല, റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഒരു റിസർച്ചർക്ക് റിസർച്ചറോ അല്ലെങ്കിൽ സമൂഹം മുഴുവനോ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് അപ്ലൈഡ് റിസർച്ച്. ഇറ്റ് ഗീവ്സ് സൊല്യൂഷൻ ടു റിയൽ ലൈഫ് പ്രോബ്ലം. ഇറ്റ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് തിയറീസ് ഓർ മോഡൽസ്. തിയറിറ്റിക്കൽ അപ്ലിക്കേഷനോ മോഡലോ ആണ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ, ഡെവലപ്പ് ചെയ്യല്ല അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ. ഫൈൻഡിങ് സൊല്യൂഷൻ ഫോർ എ പ്രാക്ടിക്കൽ പ്രോബ്ലം. എന്തെങ്കിലും പ്രാക്ടിക്കലായിട്ട് ഉള്ള പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതും അപ്ലൈഡ് റിസർച്ചിൻ്റെ ലക്ഷ്യമാണ്. സൊല്യൂഷൻ ടു റിയൽ ലൈഫ് പ്രോബ്ലം, സൊല്യൂഷൻ ടു പ്രാക്ടിക്കൽ പ്രോബ്ലം, അപ്ലിക്കേഷൻ ഓഫ് തിയറീസ് ഓർ മോഡൽസ്. ദെൻ ദ ഡിഫറൻസസ്. ബേസിക് റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്. നമ്മൾ പറഞ്ഞു ബേസിക് റിസർച്ച് ഈസ് ഫോർ ഡെവലപ്പിംഗ് ബേസിക് നോളജ്. അപ്ലൈഡ് റിസർച്ച് ഫോർ അപ്ലിക്കേഷൻ ഓഫ് this knowledge to a practical situation. ബേസിക് റിസർച്ചിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബേസിക് നോളജിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നടത്തുന്ന റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച്. ദെൻ വാട്ട് ആർ ദ ഡിഫറൻസസ് ഓഫ് ബേസിക് റിസർച്ച് ആൻഡ് അപ്ലൈഡ് റിസർച്ച്? ബേസിക് റിസർച്ച് ഈസ് കൺസേൺഡ് വിത്ത് ഫോർമുലേഷൻ ഓഫ് തിയറി ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് റിസർച്ചിൻ്റെ ഒരു ലക്ഷ്യം. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് application of theory. Applied research is concerned with
application of theory. Basic research is concerned with formulation of theory. Applied research is concerned with application of theory. Basic research studies any problem. പ്രത്യേകിച്ച് ഇന്ന പ്രോബ്ലം മാത്രം സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ ടൈപ്പ് ഓഫ് പ്രോബ്ലം, ഭൂമിയുടെ ആകാശം താഴെയുള്ള എല്ലാ പ്രതിഭാസങ്ങളെ കുറിച്ചും ബേസിക് റിസർച്ചിൽ സ്റ്റഡി നടത്താം. ഇനി അപ്ലൈഡ് റിസർച്ച് സ്റ്റഡീസ് പ്രോബ്ലംസ് വിത്ത് ഇമ്മീഡിയറ്റ് സോഷ്യൽ കോൺസിക്വൻസസ്. ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം സൊസൈറ്റിക്കോ അല്ലെങ്കിൽ ചെയ്യുന്ന റിസർച്ചർക്കോ ഉണ്ടാവുന്ന ടൈപ്പ് റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച്. ഇറ്റ് സ്റ്റഡീസ് പ്രോബ്ലം വിത്ത് ഇമ്മീഡിയറ്റ് സോഷ്യൽ കോൺസിക്വൻസ്. ആ റിസർച്ചിൻ്റെ റിസൾട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ സഹായിക്കും. Then the third point, reports are prepared in technical language. Basic research എന്ന് പറഞ്ഞാൽ പ്യുവർലി ബേസിക് ആണ്, അതിൻ്റെ നോളജ് ബിൽഡിംഗ് ആണ്. അപ്പോൾ ആ നോളജ്, ഓരോ നോളജ് ബേസിനും ഓരോ ടൈപ്പ് ഓഫ് ടേംസ് ഉണ്ടാവും, ഓരോ പുതിയ ടേംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൊമേഴ്സിൽ ഉപയോഗിക്കുന്ന ടേംസ് അതേ ടേം വേറൊരു എന്താ പറയുക ഡിസിപ്ലിനിൽ ഉപയോഗിക്കുന്നത് വേറെ അർത്ഥത്തിലായിരിക്കും. അപ്പം അതുപോലെ ഏത് നോളജിൻ്റെ ബേസിസിലാണോ ഇത് നടത്തുന്നത് അവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ലാംഗ്വേജിലായിരിക്കും ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ബേസിക് റിസർച്ചിൻ്റെ റിപ്പോർട്ട് ടെക്നിക്കൽ ലാംഗ്വേജിലായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ബട്ട് അപ്ലൈഡ് റിസർച്ച് റിപ്പോർട്ട്സ് ആർ പ്രിപ്പയർഡ് ഇൻ കോമൺ ലാംഗ്വേജ്. എല്ലാവർക്കും മനസ്സിലാവുന്ന, കോമൺ മാൻ മനസ്സിലാവുന്ന ലാംഗ്വേജിലാണ് അപ്ലൈഡ് റിസർച്ചിൻ്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം. ദെൻ ഫോർത്ത് പോയിന്റ് ഈസ് എക്സ്പ്ലെയിൻസ് വൈ തിങ്സ് ഹാപ്പൻ. ഇങ്ങനൊരു കാര്യം എങ്ങനെ വന്നു, എന്തുകൊണ്ട് വന്നു എന്നുള്ളത് അറിയാൻ, ആ ഒരു ഫിനോമിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നടത്തുന്ന റിസർച്ചാണ് ബേസിക് റിസർച്ച്. ബട്ട് അപ്ലൈഡ് റിസർച്ച് എക്സ്പ്ലെയിൻസ് ഹൗ തിങ്സ് ക്യാൻ ചേഞ്ച്. ഇപ്പോൾ ഇതെങ്ങനെ വന്നു എന്ന് ബേസിക് റിസർച്ച് പറഞ്ഞു, അതെങ്ങനെ ചേഞ്ച് ചെയ്യാം, നമ്മളുടെ സൊസൈറ്റിക്ക് ഉണ്ടാവുന്ന പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഇതെങ്ങനെ ഉപയോഗിക്കാം, ഇതെങ്ങനെ ആ ഒരു സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാനാണ് അപ്ലൈഡ് റിസർച്ച് ഉപയോഗിക്കുന്നത്. ബേസിക് റിസർച്ച് ഈസ് ഫോർ ദ സേക്ക് ഓഫ് നോളജ്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു. അപ്ലൈഡ് റിസർച്ചിന് അങ്ങനെയല്ല, ഒരു പെർട്ടിക്കുലർ ഗോൾ ഉണ്ടാവും. എന്താണോ പ്രോബ്ലം, ആ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ള ഒരു സ്പെസിഫിക് ഗോളിലാണ് അപ്ലൈഡ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ബേസിക് റിസർച്ച് ഹാവ് നോ ടൈം റെസ്ട്രിക്ഷൻ, ബട്ട് അപ്ലൈഡ് റിസർച്ച് ഈസ് ടൈം ബൗണ്ട് വർക്ക്. ബേസിക് റിസർച്ച് ചെയ്യുന്ന റിസർച്ചറുടെ ഉദ്ദേശം നോളജ് അക്വയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണല്ലോ. അപ്പോൾ ഇന്ന സമയത്തിനുള്ളിൽ തീർക്കണം എന്നുള്ളത് അയാളുടെ ലക്ഷ്യമല്ല. ഈ എത്ര സമയം എടുത്താലും ആ ഒരു പ്രതിഭാസം എന്താണെന്ന് മുഴുവൻ കണ്ടെത്തുന്നത് വരെ ആ റിസർച്ച് തുടർന്നുകൊണ്ടേയിരിക്കും. ബട്ട് ഇൻ അപ്ലൈഡ് റിസർച്ച് ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് ഉണ്ട്, ഇത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്. അതിപ്പോൾ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു ടൈം ബൗണ്ടായിട്ട് നടത്തുന്ന റിസർച്ച് ആയിരിക്കും അപ്ലൈഡ് റിസർച്ച്. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഒരു ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ടൈപ്പ് ഓഫ് റിസർച്ച് ഓൺ ദ ബേസിസ് ഓഫ് ഗോൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, മനസ്സിലാക്കുക, വായിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിലെ ഒരു നോളജ് ബിൽഡിംഗ് ആവട്ടെ ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം. താങ്ക് യു.